ഫ്രണ്ട്സ്, PSC സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ എക്സാം പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ കോച്ചിങ് ക്ലാസ്സിലേക്ക് സ്വാഗതം. പൃഥ്വിൻ്റെ കാർ കുഞ്ചാക്കോ ബോബൻ വാങ്ങിയാൽ അത് എഗ്രിമെൻ്റ് ആണോ കോൺട്രാക്റ്റ് ആണോ? അതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. നമ്മൾ ഇന്നൊരു പുതിയ ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ്. പാർട്ട് 2 ലോയിൽ നിന്നുള്ള ലോ ഓഫ് കോൺട്രാക്ട്സ് എന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് നേരെ എക്സാമ്പിളിലേക്ക് പോകാം. ഈ ഒരു എക്സാമ്പിളിലൂടെ നമ്മൾ രണ്ട് സിറ്റുവേഷനാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഫസ്റ്റ് സിറ്റുവേഷനിൽ കുഞ്ചാക്കോ പൃഥ്വിനോട് പറയുകയാണ്, എനിക്ക് താങ്കളുടെ പുതിയ കാറ് വാങ്ങിയത് ഞാൻ അറിഞ്ഞു, അപ്പോൾ ആ കാറൊന്ന് എനിക്ക് ഡ്രൈവ് ചെയ്ത് നോക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ പൃഥ്വി ഓക്കെ, നെക്സ്റ്റ് ഡേ തന്നെ വന്നോളൂ, വീട്ടിലേക്ക് വന്നോളൂ എന്ന് പറഞ്ഞിട്ട് ക്ഷണിക്കുകയാണ്. അങ്ങനെ കുഞ്ചാക്കോ നെക്സ്റ്റ് ഡേ തന്നെ പൃഥ്വിൻ്റെ വീട്ടിൽ ചെന്നു. അപ്പോൾ പൃഥ്വി പറയാണ്, സോറി, ആ കാർ ഇപ്പോൾ ഇവിടെ അവൈലബിൾ അല്ല, നമ്മുടെ റോട്ടിൽ അത് ഓടിക്കാൻ പ്രയാസമായതുകൊണ്ട് അത് ഞാൻ തിരിച്ചയച്ചു എന്ന് പറയാണ്. അപ്പോൾ കുഞ്ചാക്കോ അവിടെ വളരെയധികം ഡിസപ്പോയിൻറ്റഡ് ആയി. ഒരുപാട് ആഗ്രഹിച്ച് ചെന്നതാണ്, അപ്പോൾ വളരെയധികം ഡിസപ്പോയിൻറ്റഡ് ആയി. നമ്മളാണെങ്കിലും അങ്ങനെയാണല്ലോ, ഒരു കാറ് നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച് ഒരു ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെല്ലുമ്പോൾ അത് അവിടെ അവൈലബിൾ അല്ല എന്നറിയുമ്പോൾ നമ്മളും ഡിസപ്പോയിൻറ്റഡ് ആകും. ഇതാണ് ഫസ്റ്റ് സിറ്റുവേഷൻ. സെക്കൻഡ് സിറ്റുവേഷൻ എന്ന് പറയുന്നത്, കുഞ്ചാക്കോ പൃഥ്വിനോട് ചോദിക്കുകയാണ്, എനിക്ക് താങ്കളുടെ BMW ആ കാർ എനിക്ക് ഒത്തിരി ഇഷ്ടമായി, അപ്പോൾ താങ്കൾ അത് വിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പൃഥ്വി പറയാണ്, യെസ്, ഞാനത് വിൽക്കാനായിട്ട് ആലോചിക്കുന്നുണ്ട്. ഞാനതൊരു 2.5 CR വാങ്ങിയത്. ഒരു 2 CR ഞാൻ നിങ്ങൾക്കത് തരാം എന്ന് പറയുകയാണ്. കുഞ്ചാക്കോ ഓക്കെ പറഞ്ഞു. അഡ്വാൻസ് ഒരു 1 CR കൊടുത്തു എന്ന് വിചാരിക്കാം. ദെൻ 1 വീക്കിനുള്ളിൽ തരാം, അതിൻ്റെ ഇതൊക്കെ റെഡിയാക്കിയിട്ട് തരാം എന്നൊക്കെ പറഞ്ഞ് പൃഥ്വി പോയി. പക്ഷേ ആഫ്റ്റർ 1 വീക്ക് കഴിഞ്ഞപ്പോൾ കുഞ്ചാക്കോ പൃഥ്വിനെ സമീപിച്ചു. അപ്പോൾ പറയാണ്, സോറി, എനിക്കതിപ്പോൾ വിൽക്കാനായിട്ട് താല്പര്യമില്ല എന്ന് പറയാണ്. ഇവിടെ രണ്ട് സിറ്റുവേഷനിലും കുഞ്ചാക്കോ ഡിസപ്പോയിൻറ്റഡ് ആയി എന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ ആദ്യത്തെ സിറ്റുവേഷൻ എടുത്തു കഴിഞ്ഞാൽ, ആദ്യത്തെ സിറ്റുവേഷനിൽ കുഞ്ചാക്കോ അവിടെ ആഗ്രഹിച്ച് ചെന്നു, വാഹനം അവിടെ ഉണ്ടായില്ല എന്ന് വെച്ചിട്ട് അവരുടെ ഫ്രണ്ട്ഷിപ്പ് അവിടെ മാറ്റി നിർത്താം. എന്നിട്ട് നമുക്ക് ആലോചിക്കാം, ആദ്യത്തെ സിറ്റുവേഷനിൽ കുഞ്ചാക്കോയ്ക്ക് പൃഥ്വിനെതിരെ കേസ് ഫയൽ ചെയ്യാനായിട്ട് സാധിക്കുമോ? ഇനി രണ്ടാമത്തെ സിറ്റുവേഷനിൽ എന്താ സംഭവിച്ചത്? രണ്ടാമത്തെ സിറ്റുവേഷനിൽ അവർ തമ്മിൽ വാക്കാൽ അവർ സമ്മതിച്ചു. അതിനുശേഷം 1 CR ഞാൻ പറഞ്ഞു അഡ്വാൻസ് കൊടുത്തു എന്ന് പറഞ്ഞു. അഡ്വാൻസും കൊടുത്തു. ആഗ്രഹിച്ച് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പറയാണ്, എനിക്കിപ്പോൾ തരാനായിട്ട് സമ്മതമല്ല എന്ന് പറയാണ്. രണ്ടാമത്തെ സിറ്റുവേഷനിൽ അവിടെ കേസ് ഫയൽ ചെയ്യാൻ പറ്റുമോ? പറ്റുമല്ലേ. അതെന്തുകൊണ്ടാണ്? ഇതാണ് ഒരു എഗ്രിമെൻറ്റും കോൺട്രാക്റ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് സിറ്റുവേഷനിലുള്ളത് ഒരു എഗ്രിമെൻറ്റ് മാത്രമാണ്, ഒരു സോഷ്യൽ എഗ്രിമെൻറ്റ് മാത്രമാണ് ഫസ്റ്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഓഫറും ആക്സെപ്റ്റൻസും ഉണ്ടാകണം എന്ന് മാത്രമേ ഉള്ളൂ. ഓഫർ എന്ന് പറഞ്ഞാൽ വില്ലിങ്നെസ് ടു ഡു സംതിങ്, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനുള്ള സന്നദ്ധത പ്രകടമാക്കുന്നതിനെയാണ് വില്ലിങ്നെസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വില്ലിങ്നെസ് ടു ഡു സംതിങ്, അതാണ് ഓഫർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ കുഞ്ചാക്കോ ആഗ്രഹിച്ചിരുന്നു, കാറ് ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാൻ ആഗ്രഹിച്ചിരുന്നു. അത് പൃഥ്വിനോട് പറയുകയും ചെയ്തു. അതാണ് ഓഫർ എന്ന് പറയുന്നത്. ഓഫർ അല്ലെങ്കിൽ പ്രപ്പോസൽ എന്ന് പറയാം. ഇനി അത് പൃഥ്വി എന്ത് ചെയ്തു? ആക്സെപ്റ്റ് ചെയ്തു അല്ലേ. ആക്സെപ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കൺസെൻറ്റ് കൊടുക്കുക, സമ്മതം പ്രകടിപ്പിക്കുക. ഇതാണ് ആക്സെപ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഓഫർ ഉണ്ടായിരിക്കണം, അവിടെ ആക്സെപ്റ്റൻസ് ഉണ്ടായിരിക്കണം. അതാണ് എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് സിറ്റുവേഷൻ നോക്കാം. അവിടെയും ഓഫർ ഉണ്ട് അല്ലേ. ഒരു പ്രപ്പോസൽ വെക്കുന്നുണ്ട് കുഞ്ചാക്കോ, ഞാൻ ഈ വാഹനം വാങ്ങാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓഫർ വെക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രപ്പോസൽ വെക്കുന്നുണ്ട്. ആ പ്രപ്പോസലിനെ അല്ലെങ്കിൽ ഓഫറിനെ പൃഥ്വി അവിടെ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി അതുകൂടാതെ അവിടെ ഒരു പ്രൈസ് മണി ഡിസൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ. എത്ര പ്രൈസാണ് പറയുന്നത്? 2 CR ആണെങ്കിൽ ഓക്കെ ആണ് എന്നും പറയുന്നുണ്ട്. അതിനെയാണ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. കൺസിഡറേഷൻ മീൻസ് സംതിങ് ഇൻ റിട്ടേൺ ടു ദ പ്രോമിസ്. പ്രോമിസിന് പകരമായി നൽകുന്നതിനാണ് എന്ത് പറയുന്നത്? കൺസിഡറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓഫർ ഉണ്ട്, ആക്സെപ്റ്റൻസ് ഉണ്ട്, കൺസിഡറേഷൻ ഉണ്ട്. ഇനി ഞാൻ പറഞ്ഞു എന്ത് ചെയ്യാം, ഇനി അഡ്വാൻസ് ഒക്കെ കൊടുത്തു, എന്നിട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ അത് വിൽക്കാനായിട്ട് ഇപ്പോൾ താല്പര്യമില്ല എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ എന്നല്ല, തീർച്ചയായിട്ടും അവിടെ കേസ് കൊടുക്കാം. അതെന്തുകൊണ്ടാണ്? അത് നിയമപരമായി
എന്താണ് ആ ഒരു കോൺട്രാക്റ്റ് അല്ലെങ്കിൽ ആ ഒരു എഗ്രിമെൻ്റ് നടപ്പിലാക്കാനുള്ള റൈറ്റ് ആർക്കുണ്ട്? കുഞ്ചാക്കോയ്ക്കുണ്ട്. അതിനാണ് എൻഫോഴ്സിബിലിറ്റി എന്ന് പറയുന്നത്. ഒരു എഗ്രിമെൻറ്റിൻ്റെ കൂടെ, അതായത് ഓഫർ പ്ലസ് ആക്സെപ്റ്റൻസിൻ്റെ കൂടെ എൻഫോഴ്സിബിലിറ്റി ഉണ്ടെങ്കിൽ അത് എന്തായി മാറുന്നു? എഗ്രിമെൻ്റ് കോൺട്രാക്റ്റായി മാറുന്നു. ഇതാണ് എഗ്രിമെൻറ്റും കോൺട്രാക്റ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. എഗ്രിമെൻറ്റിൽ എന്ത് മാത്രമേ ഉള്ളൂ? ഓഫർ പ്ലസ് ആക്സെപ്റ്റൻസ് ഉള്ളൂ. അവിടെ എൻഫോഴ്സിബിലിറ്റി എന്നുള്ള എലമെൻ്റ് ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. അതേസമയം കോൺട്രാക്റ്റിൽ എന്താണ്? എൻഫോഴ്സിബിലിറ്റി എന്നുള്ള എലമെൻ്റ് ഉണ്ട്. എഗ്രിമെൻറ്റ് പ്ലസ് എൻഫോഴ്സിബിലിറ്റി അറ്റ് ലോ ഈസ് എ കോൺട്രാക്റ്റ്. ഓക്കെ, ഇനി മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റും കൂടെ അവിടെ ഓർത്തിരിക്കാം. ഓൾ എഗ്രിമെൻറ്റ്സ് ആർ നോട്ട് കോൺട്രാക്ട്സ്. എല്ലാ എഗ്രിമെൻറ്റ്സും കോൺട്രാക്ട്സ് അല്ല. ആൻഡ് ഓൾ കോൺട്രാക്ട്സ് ആർ എഗ്രിമെൻറ്റ്സ്. എല്ലാ കോൺട്രാക്റ്റുകളും എന്താണ്? എഗ്രിമെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ എഗ്രിമെൻറ്റും കോൺട്രാക്റ്റും തമ്മിലുള്ള പ്രധാന ഡിഫറൻസ് എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് ഈ വേർഡ് കോൺട്രാക്റ്റ് എന്നുള്ള വേർഡ്, ആ ഒരു ഇൻട്രൊഡക്ഷൻ ഒന്ന് നമുക്ക് പറഞ്ഞു പോകാം. ഈ കോൺട്രാക്റ്റ് എന്നുള്ള വേർഡ് ഡിറൈവ് ചെയ്തത് ഒരു ലാറ്റിൻ വേർഡിൽ നിന്നാണ്. കോൺട്രാക്റ്റം എന്നുള്ളൊരു ലാറ്റിൻ വേർഡിൽ നിന്നാണ് കോൺട്രാക്റ്റ് എന്നുള്ള വേർഡ് ഡിറൈവ് ചെയ്തത്, വിച്ച് മീൻസ് ഡ്രോൺ ടുഗദർ. It denotes that drawing together the minds of two or more persons to form a common intention, giving rise to an agreement. അതായത് ഈ ഒരു വേർഡിൻ്റെ മീനിങ് എന്ന് പറയുന്നത് എന്താണ്? രണ്ടോ അതിലധികമോ എന്താണ് പേഴ്സൺസിൻ്റെ മൈൻഡ്സിനെ എന്താണ് ഒരുമിച്ച് കൊണ്ടുവരിക. എന്തിനു വേണ്ടിയിട്ട്? ടു ഗിവ് റൈസ് ടു ആൻ എഗ്രിമെൻറ്റ്. ഒരു എഗ്രിമെൻറ്റിലേക്ക് അവർ എത്തിച്ചേരാനായിട്ട് എന്താണ്? രണ്ടോ അതിലധികമോ പേഴ്സൺസിൻ്റെ മൈൻഡിനെ ഒരുമിച്ച് കൊണ്ടുവരിക എന്നാണ് ഈ കോൺട്രാക്റ്റം എന്നുള്ള ലാറ്റിൻ വേർഡിൻ്റെ മീനിങ് തന്നെ. ഓക്കെ, ഇനി ഡെഫിനിഷൻ നമുക്ക് നോക്കാം. സെക്ഷൻ 2 സബ്സെഷൻ എച്ച് ഓഫ് ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് ഡിഫൈൻസ് ദാറ്റ് an agreement which is enforceable at law is a contract. Agreement enforceable at law. ഏത് എഗ്രിമെൻ്റ് ആണോ എൻഫോഴ്സിബിൾ ആകുന്നത്, ലോയുടെ മുൻപിൽ എൻഫോഴ്സിബിൾ ആകുന്നത്, അതിനെയാണ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ എഗ്രിമെൻറ്റ് എന്ന് പറഞ്ഞാൽ അത് ഓഫർ പ്ലസ് ആക്സെപ്റ്റൻസ് ആണെന്നും പറഞ്ഞു. കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ എഗ്രിമെൻറ്റ് പ്ലസ് എൻഫോഴ്സിബിലിറ്റി അറ്റ് ലോ. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകാരപ്പെട്ടുവെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് കമൻറ്റ് ആൻഡ് ഓൾസോ ഷെയർ ടു യുവർ ഫ്രണ്ട്സ്, ദോസ് ഹു ആർ പ്രിപ്പയറിംഗ് ഫോർ STO. Thank you. By your Commerce Mentor, Nina.